എല്ലാവർക്കും ഫോക്കസ് സ്റ്റാർ പി എസ് സിയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, അതായത് ഈ ഡിക്റ്റേഷൻ ടെസ്റ്റിന് പോകുമ്പം ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ്. ചെറിയ ചെറിയ പോയിൻറ്റ്സ് ആണ്. അപ്പോൾ ഈ ചെറിയ പോയിൻറ്റ്സ് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ ഹെൽപ്ഫുള്ളായിരിക്കും. അപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് പറയുന്നത്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക, സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണാം. ഓക്കെ, അപ്പോൾ ഇതിൽ നമ്മൾ ഇനിയിപ്പോൾ കുറച്ച് ദിവസം കൂടിയുള്ളൂ. ഡിസംബർ 24-ാം തീയതി ഒരു ഡിക്റ്റേഷൻ ടെസ്റ്റ് ഉണ്ട്. നിങ്ങൾക്ക് എപ്പോൾ ഡിക്റ്റേഷൻ ടെസ്റ്റ് ഉണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല, ഇതൊന്ന് ജസ്റ്റ് കേട്ടിരിക്കാം, മനസ്സിലാക്കിയിരിക്കാം. അപ്പോൾ ഇതിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, നമ്മൾ ഈ അഡ്വാൻസ്ഡ് ഫ്രേസിയോഗ്രാഫി വരുന്ന പാരഗ്രാഫുകൾ മാക്സിമം എഴുതി പഠിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. അഡ്വാൻസ്ഡ് ഫ്രേസിയോഗ്രാഫി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് 2-3 വേർഡ്സൊക്കെ ഒരുമിച്ച് എഴുതി കഴിഞ്ഞാൽ ഒറ്റ ഒരു ഔട്ട്ലൈനായിട്ട് നമുക്ക് വായിക്കാൻ പറ്റണം. അങ്ങനെയുള്ള ആ ഒരു രീതിയിലുള്ള പാരഗ്രാഫുകൾ മാക്സിമം എഴുതി പഠിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. അതുപോലെ തന്നെ വേർഡ്സ് മാത്രം എഴുതി പഠിക്കുന്ന ആ ഒരു രീതി മാക്സിമം ഒഴിവാക്കുക. നമ്മൾ എഴുതി പഠിക്കുമ്പോൾ എങ്ങനത്തെ നോട്ടിൽ എഴുതി കഴിഞ്ഞാലും കുഴപ്പമില്ല, അതായത് വരയിട്ട സാധാരണ നോട്ട് ബുക്കിലും എഴുതി പഠിക്കാം. പിന്നെ എല്ലാ ദിവസവും ഡെയിലി പ്രാക്ടീസ് ചെയ്യാം. അത് നിങ്ങളുടെ സ്പീഡിനനുസരിച്ചിട്ട് ഓരോ ദിവസവും വീഡിയോസ് നമുക്ക് യൂട്യൂബിലൊക്കെ കുറേയധികം വീഡിയോസ് അവൈലബിൾ ആണ്. അപ്പോൾ അത് വെച്ചിട്ട് പ്രാക്ടീസ് ചെയ്യാം, ഡെയിലി പ്രാക്ടീസ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും ചിലപ്പോൾ ഇത് അബദ്ധമാണ് എന്ന് തോന്നുന്നുണ്ടാവും, പക്ഷെ അത് ഇമ്പ്രൂവ് ആവും. ഓക്കെ, അതായത് നിങ്ങളുടെ സ്പീഡിനനുസരിച്ചിട്ട് ഓരോ ദിവസം ഒരാഴ്ച ഒരേ സ്പീഡ് പ്രാക്ടീസ് ചെയ്യുക, അടുത്ത ആഴ്ച അതിൽ കുറച്ച് വേർഡ്സ് കൂട്ടുക, അങ്ങനെ പ്രാക്ടീസ് ചെയ്യാം. പിന്നെ നിങ്ങൾ ഈ പാരഗ്രാഫ് എഴുതി പഠിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ പറയാം. എഴുതി പഠിക്കുമ്പം മാക്സിമം അടുപ്പിച്ച് ഔട്ട്ലൈൻസ് അടുപ്പിച്ച് ക്ലിയർ ആയിട്ട് എഴുതാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അതായത് സ്ട്രോക്കുകൾ കറക്റ്റ് സൈസിന് എഴുതാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. നമുക്കറിയാം ഇതിൽ ഹാൽവിങ് പ്രിൻസിപ്പിൾ, ഡബിളിങ് പ്രിൻസിപ്പിളൊക്കെ വരുന്നത് കൊണ്ട് തന്നെ നമുക്കിപ്പോൾ ഹാൽവ് ചെയ്താലോ അല്ലെങ്കിൽ ഡബിൾ ചെയ്താലോ മനസ്സിലാവണം. അതുപോലെ തന്നെ എല്ലാ ഔട്ട്ലൈൻസും ക്ലിയർ ആയിട്ട് അടുപ്പിച്ച് എഴുതുക. അതുപോലെ തന്നെ ഫുൾ സ്റ്റോപ്പ് മാർക്ക് ചെയ്യുമ്പം മാക്സിമം ചെറുതായിട്ട് ഓൺ ദ ലൈനായിട്ട് എഴുതാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഔട്ട്ലൈൻസൊക്കെ കറക്റ്റ് അതിൻ്റെ പൊസിഷനിൽ തന്നെ എഴുതി പ്രാക്ടീസ് ചെയ്യാം. അതുപോലെ തന്നെ ഡെയിലി കൺസിസ്റ്റൻ്റ് ആയിട്ട് എഴുതി പഠിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഒരു ദിവസം പോലും എഴുതി പഠിക്കാതെ ഇരിക്കരുത്. പിന്നെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ സ്പീഡ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമ്മൾ ഷോർട്ട് ഹാൻഡ് ഡിക്റ്റേഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന നോട്ട്സിൽ മാക്സിമം എഴുതാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഡിക്റ്റേഷൻ എടുക്കുമ്പോൾ നമുക്ക് അതിൽ ഒമിഷൻസ് വരും, അതൊന്നും ശ്രദ്ധിക്കാതെ നല്ല രീതിയിൽ ഒമിഷൻസ് വന്നാലും മുന്നോട്ടേക്കുള്ള വേർഡ്സ് കറക്റ്റായിട്ട് എഴുതാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. പാരഗ്രാഫ് കറക്റ്റായിട്ട് മാർക്ക് ചെയ്യുക, ഫുൾ സ്റ്റോപ്പ് കറക്റ്റായിട്ട് മാർക്ക് ചെയ്യുക. പിന്നെ വരുന്നത് നമ്മൾ ഇടയ്ക്ക് എന്തെങ്കിലുമൊക്കെ വേർഡ്സ് എഴുതുമ്പോൾ തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും മാർക്ക് ചെയ്ത് വെക്കുക. അതൊരു വലിയൊരു സർക്കിളിൻ്റെ ഉള്ളിലായിട്ട് മാർക്ക് ചെയ്ത് വെക്കുക. കാരണം എന്താ വെച്ചാൽ ട്രാൻസ്ക്രൈബ് ചെയ്യുമ്പോൾ അതുകൂടി നമ്മൾ ട്രാൻസ്ക്രൈബ് ചെയ്യും, തെറ്റായിട്ടുള്ള ഒരു വാക്കായിട്ട് മാറാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ എഴുതി പഠിക്കുമ്പോൾ തിക്ക് സ്ട്രോക്സ് തിക്കായിട്ടും അതുപോലെ തന്നെ തിൻ സ്ട്രോക്സ് തിന്നായിട്ടും എഴുതാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഇതൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണ്, എങ്കിലും പ്രാക്ടീസ് ചെയ്യുമ്പോൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് വളരെയധികം ഉപകാരപ്രദമാവും. അതുകൊണ്ടാണ് പറയുന്നത്. പിന്നെ ഇനി എക്സാമിന് കുറച്ച് ദിവസം മുന്നേ ആണെങ്കിൽ നിങ്ങളുടെ സ്പീഡ് ലോവർ ആണെങ്കിൽ ലോവറിലുള്ള വീഡിയോസ്, അതായത് ഇംഗ്ലീഷ് ആണെങ്കിൽ ലോവർ എന്ന് പറയുന്നത് 80 വേർഡ്സ് പെർ മിനിറ്റും ഹയർ എന്ന് പറയുന്നത് 120 വേർഡ്സ് പെർ മിനിറ്റും ആണ്. അപ്പോൾ ഇതിന് ഒരു എക്സാമിന് ഒരു 10 ദിവസം മുന്നേ എങ്കിലും ഈ ഒരു സ്പീഡ് കറക്റ്റായിട്ട് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഡിക്റ്റേഷൻ വരുന്നത് 5 മിനിറ്റാണ്. 80 വേർഡ്സ് പെർ മിനിറ്റ് ആണെങ്കിൽ 400 വേർഡ്സും പിന്നെ 120 വേർഡ്സ് പെർ മിനിറ്റ് ആണെങ്കിൽ 600 വേർഡ്സും ആണ് നമുക്ക് ഡിക്റ്റേഷൻ വരുന്നത്. അപ്പോൾ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഷോർട്ട് ഹാൻഡ് എഴുതുന്ന നോട്ട്ബുക്ക്, അതായത് നമ്മൾ എക്സാമിന് കൊണ്ടുപോകേണ്ട നോട്ടിൽ തന്നെ മാക്സിമം എന്ത് ചെയ്യുക, ഈ ഡിക്റ്റേഷൻ എഴുതാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. 5 മിനിറ്റുള്ള ഡിക്റ്റേഷൻ എഴുതി നോക്കുക. അപ്പോൾ ഈ ഇത്രയും വേർഡ്സ് എത്ര പേജിൽ ഉൾക്കൊള്ളും എന്നുള്ളത് ജസ്റ്റ് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് വെക്കുക. അത് കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറും. പിന്നെ എക്സാമിന് പോകുമ്പോൾ ഇത് നിങ്ങൾക്ക് വളരെ ഹെൽപ്ഫുള്ളായിരിക്കും. ഒരു ചെറിയ ടിപ്പാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എത്ര പേജ് നമുക്ക് എഴുതി കഴിഞ്ഞാൽ കംപ്ലീറ്റ് ആവും എന്നുള്ളത് ഏകദേശം ഒരു ധാരണയുണ്ടാവും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സാമിന് പോകുമ്പോൾ നമ്മൾ ഈ പേജ് മറിക്കുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമായിരിക്കും ചിലർക്കെങ്കിലും. അപ്പോൾ ഈ പേജ് മറിക്കുമ്പോൾ കുറച്ച് പേർക്ക് കോൺസെൻട്രേഷൻ പോകും, അത് തീർച്ചയായിട്ടും പോകും. അപ്പോൾ കുറച്ച് ഒമിഷൻസ് വരാൻ സാധ്യതയുണ്ട്.
അപ്പോൾ ഈ പേജ് മറയ്ക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ പറഞ്ഞ ട്രിക്ക് പറഞ്ഞത്. അപ്പോൾ നിങ്ങൾ എഴുതി പഠിക്കുമ്പോൾ ഇത്ര വേർഡ്സ് ഇത്ര പേജിൻ്റെ ഉള്ളിൽ കൊള്ളും എന്നുള്ളത് തീർച്ചയായിട്ടും മനസ്സിലാക്കി വെക്കേണ്ടതാണ്. അതുപോലെ തന്നെ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ട്രാൻസ്ക്രൈബ് ചെയ്തിട്ടുള്ള പ്രിൻ്റഡ് ആയിട്ടുള്ള, അതായത് അങ്ങനെയുള്ള PDF നമുക്ക് അവൈലബിൾ ആണ്. അതുപോലുള്ളത് ഡൗൺലോഡ് ചെയ്തിട്ട് പഠിക്കുക. അപ്പോൾ അതിൽ ചില അഡ്വാൻസ്ഡ് ഫ്രീസിയോഗ്രാഫി മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. എങ്കിലും എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിൽ ആ ഒരു വേർഡ് അല്ലെങ്കിൽ ആ ഒരു വേർഡ്സ് മാത്രം എടുത്തിട്ട് സെപ്പറേറ്റ് ആയിട്ട് പഠിക്കുക. അങ്ങനെ വരുമ്പോൾ ഈ ഒരു 120 വേർഡ്സ് പെർ മിനിറ്റ് ആണെങ്കിലും 80 വേർഡ്സ് പെർ മിനിറ്റ് ആണെങ്കിലും നമ്മൾ അഡ്വാൻസ്ഡ് ഫ്രീസിയോഗ്രാഫി ഉപയോഗിച്ച് കഴിഞ്ഞാൽ മാക്സിമം ഒമിഷൻസ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് കഴിയും. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനുള്ളത്. അപ്പോൾ ഇതിൽ എല്ലാ പോയിൻറ്റ്സും നിങ്ങൾ ചെയ്യണം എന്നൊന്നും ഇല്ല. പിന്നെ അതുപോലെ തന്നെ എഴുതി പഠിക്കുമ്പോൾ ഇതുപോലുള്ള അഡ്വാൻസ്ഡ് ഫ്രീസിയോഗ്രാഫി ഉണ്ടെങ്കിൽ അത് ഓരോ വേർഡ്സും പെറുക്കി എഴുതാതെ മാക്സിമം കൂട്ടി എഴുതാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ഇതിലുള്ള എല്ലാ പോയിൻറ്റ്സും നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.